ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ദ കോൺവെർസേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ടാഗുകൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചില ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ളതായിരിക്കാം, എന്നാൽ ചിലത് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവാം. കഴിഞ്ഞ വർഷത്തെ SSLC പരീക്ഷയിലെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ചോദ്യത്തിലെ ആദ്യത്തെ ഭാഗമാണിത്. ഫസ്റ്റ് ചോദ്യം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എങ്ങനെയാണ് ഇത് വളരെ പ്രോപ്പറായിട്ട്, ഇതല്ല ഇതുപോലെ ഏത് ചോദിച്ചാലും വളരെ പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ചോദ്യം നോക്കാം. സഹ്റ ആൻഡ് അലി, നമുക്കറിയാം മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ? ശരി, സഹ്റ ചോദിക്കുന്നു യു ആർ അപ്സെറ്റ്. ഒരു കോമയുണ്ട്, ഒരു ബ്ലാങ്കും ക്വസ്റ്റ്യൻ മാർക്കും നമുക്ക് കാണാം. അലി യെസ് ഡിയർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല എന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കിവിടെ വ്യക്തമായി ഒരു കോമ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സംശയം ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, കാരണം ആൻസറിൽ യെസ് എന്ന് വന്നിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴും എക്സാം ഹാളിൽ ചില കുട്ടികൾക്ക് സംശയമായി. പക്ഷെ മനസ്സിലാക്കുക, കൃത്യമായ ഒരു കോമ കൊടുത്തിട്ടുണ്ട്, ഒരു സെന്റൻസ് ഇവിടെ കൃത്യമായി ഉണ്ട്. യു ആർ അപ്സെറ്റ്, നീ അപ്സെറ്റ് ആണല്ലേ എന്ന് കൃത്യമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കോമയും അതിനുശേഷമാണ് ബ്ലാങ്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ട പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. വെറും 3 കാര്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ടാഗിന് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഇതല്ല, ഏത് ചോദ്യം വന്നാലും സാധിക്കും. സോ അതിലെ 3 കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്. അതായത് നമ്മുടെ ചോദ്യത്തിനകത്തെ ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സോ ഇവിടെ നമുക്കത് എളുപ്പമാണ്. അതിനു മുമ്പ് വ്യക്തമായി ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ടത് ഓക്സിലറി വെർബുകളെ നമുക്ക് പരിചയമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ ആൾറെഡി അത് പഠിച്ചിട്ടുണ്ടാവും. ഇല്ലാത്തവർ വ്യക്തമായി അത് മനസ്സിലാക്കി വെക്കുക. ആം, ഈസ്, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായും ഇവിടെ വേണ്ട ഓക്സിലറി വെർബുകൾ. നീഡ് ടു, ഓട്ട്, ഡെയർ തുടങ്ങിയ ഓക്സിലറി വെർബുകൾ നമുക്കുള്ളതായിട്ട് അറിയാം. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ ബേസിക് ആയിട്ടുള്ള ഓക്സിലറി വെർബുകളാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഉത്തരത്തിലേക്ക് എത്തുന്നതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ചോദ്യത്തിലേക്ക് പോവാം. യു ആർ അപ്സെറ്റ്. യു ആർ അപ്സെറ്റ് എന്ന് പറയുന്നിടത്ത് ആരാണ് ഓക്സിലറി വെർബ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആം, ഈസ്, ആറ്, വാസ്, വേർ. സോ ഇവിടെ വ്യക്തമായി നമുക്ക് കാണാം ആരാണ് ഓക്സിലറി വെർബ്. ആർ എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. സോ ആ ഓക്സിലറി വെർബിനെ നമ്മൾ അങ്ങോട്ടേക്ക് എടുത്തെഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ടച്ച് ഉള്ള സ്റ്റെപ്പാണ് അല്ലേ? അതായത് നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആണോ അതല്ല നെഗറ്റീവ് ആണോ അല്ലേ? ഇംഗ്ലീഷിലും ഉണ്ടോ ഈ പോസിറ്റീവ് നെഗറ്റീവ്? കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചാർജസുമായി ബന്ധപ്പെട്ട് അല്ലേ? പക്ഷെ ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുകയും അതിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ എളുപ്പവഴികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ അല്ലോ, അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുകയല്ല, നമ്മൾക്ക് എക്സാമിന് വേണ്ട ആ ഒരു മരുന്ന് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, പോസിറ്റീവ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിനെ നെഗറ്റീവ് ആക്കുക, അതല്ല സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിനെ പോസിറ്റീവ് ആക്കുക. ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. നെഗറ്റീവ് ആവാൻ ഒരു സെന്റൻസിൽ സാധാരണ വരുന്ന ആൾക്കാരാണെന്ത്? നോ, നോട്ട്, നെവർ തുടങ്ങിയ ആളുകൾ. പ്രധാനമായിട്ടും ഇവരാണ്. പിന്നെ നമ്മൾ മറ്റുള്ള വാക്കുകളും കേട്ടിട്ടുണ്ടാവും. സെൽഡം, റെയർലി, സ്കേഴ്സ്ലി, ലിറ്റിൽ, ഫ്യൂ തുടങ്ങിയ വാക്കുകളൊക്കെ നെഗറ്റീവ് വാക്കുകളാണ്. അവയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, സെന്റൻസിൽ എവിടെയെങ്കിലും നോ, നോട്ട്, നെവർ എന്നിങ്ങനെ വാക്കുകൾ വരുന്നുണ്ടോ എന്നുള്ളത്. അതായത് അങ്ങനെയാണെങ്കിൽ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആക്കി മാറ്റണം എന്നർത്ഥം. നമ്മൾ ചോദ്യത്തിലേക്ക് പോകുന്നു. യു ആർ അപ്സെറ്റ്. യു ആർ അപ്സെറ്റ് എന്ന് പറയുന്നിടത്ത് എവിടെയെങ്കിലും നെഗറ്റീവ് വാക്കുകൾ നിങ്ങൾ കണ്ടോ? അതായത് നോ, നോട്ട്, നെവർ അങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾ ഇവിടെ കണ്ടോ? ഇല്ല.
അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഫസ്റ്റ് സെന്റൻസ് പാർട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സോ നമുക്ക് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻ ടാഗ് ഏത് വരും? നെഗറ്റീവ് ആക്കി മാറ്റണം. സോ ആറിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ഇൻഡ് എന്ന് ചേർക്കണം. സോ ആറിന്റെ എന്തായി? എന്തുകൊണ്ട്? സെന്റൻസിൽ എവിടെയും നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എന്ത് ചേർക്കുന്നു? നെഗറ്റീവ് ചേർക്കുന്നു. ഒരിക്കലും നോട്ട് എന്ന് ചേർക്കരുത് അല്ലെ. അതായത് നമുക്കറിയാം നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണെന്ത്? ഇൻഡ് എന്ന് പറയുന്നത്. സോ നോട്ട് എന്ന് ചേർക്കരുത്, അതിന്റെ ഷോർട്ട് ഫോം ആയ ഇൻഡ് എന്ന് ചേർക്കാനേ പാടുള്ളൂ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഈ സെന്റൻസിൽ എവിടെയെങ്കിലും നോട്ടോ നെവറോ ഈ പറയുന്ന നെഗറ്റീവ് വാക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചേർക്കരുത്? ഇവിടെ ഇൻഡ് ചേർക്കരുത്. അതായത് ഇവിടെ നോട്ട് നെവർ ഉണ്ടെങ്കിൽ ഇവിടെ അത് വേണ്ട, ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കണം. ഇവിടുത്തെ സെന്റൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? നോ നോട്ട് നെവർ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആറിന്റെ കൂടെ ഇൻഡ് ചേർത്ത് ആറിൻഡ് എന്ന് എഴുതി. സോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, അവസാനത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പോട് കൂടി നമ്മൾ ആ 1 മാർക്ക് ഉറപ്പിക്കും. ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ ഉറപ്പിക്കും. ഏതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായ പ്രോനൗണിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യമാണ്. സോ ദാറ്റ് മീൻസ് പ്രോനൗൺ സ്റ്റെപ്പ്. അതായത് നമ്മളൊരു പ്രോനൗണിനെ കൃത്യമായി കണ്ടുപിടിച്ച് അത് ആൻസറിലേക്ക് എഴുതുന്നതോടുകൂടി ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ആരൊക്കെയാണ് പ്രോനൗൺ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ്, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളാം. ഐ യു ദേ വി നമ്മൾ പറയുന്നതാണ് സാധാരണ. എന്ത്? അയ്യോ ദേവി, ഐ യു ദേവി, ഹി ഷീ ഇറ്റ്. ഇവരാണെന്ത്? ഇംഗ്ലീഷിലെ പ്രോനൗണുകൾ എന്ന് പറയുന്നത്. ഐ യു ദേ വി, ഹി ഷീ ഇറ്റ്. സോ ഈ ആളുകളിൽ ആരെങ്കിലും ആണോ നമ്മുടെ സബ്ജക്റ്റിലുള്ളത് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ എന്താണ് സബ്ജക്റ്റ്? ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിലെ പ്രധാനമായി ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. സോ ഇവിടുത്തെ സബ്ജക്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? യു എന്ന വാക്കിലാണ്. സോ നമ്മൾ നോക്കേണ്ടത് യു ഒരു പ്രോപ്പർ പ്രോനൗൺ ആണോ? പ്രോപ്പർ പ്രോനൗൺ ആണോ? പ്രോനൗണുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരാ? ഐ യു ദേ വി, ഹി ഷീ ഇറ്റ്. ഇത്രയുമാണ് ഇംഗ്ലീഷിലെ പ്രോനൗണുകൾ. ഇതിൽ ഒരാളാണോ നമ്മുടെ സബ്ജക്റ്റിലുള്ളത് എങ്കിൽ നമ്മുടെ പണി എളുപ്പമായി. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാളെ അതിനെ മാറ്റണം. സോ ഫസ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് യു ആണ്. യു നമുക്കറിയാം എന്താണ്? ഒരു പ്രോപ്പർ പ്രോനൗൺ ആണ്. സോ നമുക്ക് വ്യക്തമായി എന്ത് ചെയ്താം? അതിവിടെ എഴുതാം. ആറിൻ്റെ യു. നമ്മുടെ ഉത്തരം കിട്ടി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമ്മൾ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ വ്യക്തമായി മനസ്സിലാക്കുക, പ്രോനൗണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഈ മൂന്നാമത്തെ സ്റ്റേജിൽ ഐ യു ദേ വി, ഹി ഷീ ഇറ്റ് ഇതിൽ ആരെങ്കിലുമാണ് സബ്ജക്റ്റിലെങ്കിൽ അതിന് നേരെ എടുത്ത് എഴുതുക എന്ന് മാത്രമേ നമ്മുടെ ഡ്യൂട്ടി ഉള്ളൂ. അതല്ല, ഈ സെന്റൻസിലെ സബ്ജക്റ്റിൽ നമ്മൾ തുടങ്ങുന്ന ഭാഗത്ത് ഈ പറയുന്ന ആരുമില്ല, പകരം ഒരാളുടെ പേരാണ്, ഒരാണിന്റെ പേരാണെങ്കിൽ അതിനെന്താക്കുക? ഹി എന്ന് മാറ്റുക അല്ലെ. അതേപോലെ അതൊരു സ്ത്രീ ആണെങ്കിൽ ഷീ എന്നാക്കുക. അതൊരു വസ്തുവോ മൃഗമോ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇറ്റാക്കി മാറ്റുക. സോ ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്തേണ്ടിയിരുന്നത്. ഇനി ഏത് ചോദ്യം ചോദിച്ചാലും എന്ത് ചെയ്യുക? ഇതുപോലെ കൃത്യമായി ഈ 3 സ്റ്റെപ്പുകൾ കണ്ടുപിടിച്ച് ആൻസറിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഈ 1 മാർക്ക് ഇനി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? കളയരുത്. വ്യക്തമായി വീണ്ടും പറയുന്നു, ഇതാണ് ആ 3 സ്റ്റെപ്പ്. 1 മാർക്കാണ്. ഇതെല്ലാം കൂടെ പഠിക്കണമെന്ന് വിചാരിക്കരുത്, സിമ്പിൾ ആണ്. ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക ഒന്നാമത്തെ സ്റ്റെപ്പ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കി മാറ്റി എഴുതുന്നത്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കുക, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിനെ പോസിറ്റീവ് ആക്കി മാറ്റുക. അത്തരത്തിലുള്ള സ്റ്റെപ്പാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോപ്പർ പ്രോനൗൺ ആണോ എന്ന് കണ്ടുപിടിക്കുക. ആണെങ്കിൽ അതിനെ വ്യക്തമായി എടുത്ത് എഴുതുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് പ്രോനൗൺ ആണോ പറ്റുക, ഇതിൽ ആരെയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് നോക്കിയിട്ട് അതിനെ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്.